അമിത്ഷാ പറഞ്ഞാൽ പറഞ്ഞ കാര്യം മാത്രമേ ചെയ്യുകയുള്ളൂ. ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഒരിക്കലും അമിത്ഷാ പറയാറുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രത്തിന്റെ ഭാവിയെ മുൻനിർത്തിക്കൊണ്ട് പല കാര്യങ്ങളും അമിത്ഷാ പറയും, അമിത്ഷാ അത് ചെയ്തു കാണിക്കും. ഇത്തവണ ബംഗാളിൽ അമിത്ഷാ പറഞ്ഞത് എന്താണ്? TMC ഗുണ്ടകളെ തലകീഴായി കെട്ടിത്തൂക്കും എന്നാണ് അമിത്ഷാ പറഞ്ഞത്. വെറുതെ ഒരു വാചാടോപമായ അല്ലെങ്കിൽ ഒരു വായ്ത്താളമായി TMC ഗുണ്ടകൾ അമിത്ഷായുടെ വാചകത്തെ ഒരിക്കലും എടുക്കരുത്. നിങ്ങളുടെ മമതാ ബാനർജിയെ പോലെയല്ല അമിത്ഷാ. നരേന്ദ്രമോദി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് പോലും അറിയാം വെറുതെ പറയില്ല എന്ന്. എന്നാൽ അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നതിന് മുമ്പേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ കൂടെയാണ് അമിത്ഷാ എന്ന് നിങ്ങൾ ആലോചിക്കണമായിരുന്നു. നമുക്കറിയാം സുവേന്ദു സർക്കാർ എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന്റെ ബൂത്തിൽ അവിടെ എത്തിയപ്പോൾ അവിടെയുള്ള TMC ഗുണ്ടകൾ അടിച്ചോടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. പോലീസുകാർ TMC ഗുണ്ടകളെ തടയുന്നതിന് പകരം സുവേന്ദു സർക്കാരിന്റെ കൂടെ ഓടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതാണ് ബംഗാളിന്റെ അവസ്ഥ എന്ന് പറയുന്നത്, ജനാധിപത്യത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ കേരളത്തിലെ സുഡാപ്പികൾക്കും കമ്മികൾക്കും അവരുടെ മലവും മൂത്രവും ഭക്ഷിച്ച് ജീവിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും അത് ആൾക്കൂട്ട ആക്രമണമായി. അതായത് ജനാധിപത്യം അവിടെ ധ്വംസിക്കപ്പെടുന്നത് അവർക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. രാഘവ് ചദ്ദ എന്ന് പറയുന്ന AAPയിലെ ഒരു MP BJPയിലേക്ക് പോയതാണ് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. അത് കുതിര കച്ചവടമാണ്. തിരിച്ചെങ്ങാനുമായിരുന്നെങ്കിൽ അത് വിസ്മയമായി വ്യാഖ്യാനിക്കപ്പെട്ട. എന്തായാലും അമിത്ഷാ ഇപ്പോൾ അവിടെ പണി തുടങ്ങിയിരിക്കുകയാണ്. ഗോലാഘട്ടിൽ TMC പ്രവർത്തകർ BJP സ്ഥാനാർത്ഥിയെ തടയുകയും വാഹനം കല്ലെറിഞ്ഞ് നശിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അവിടെ അമിത്ഷായുടെ പുലിക്കുട്ടികൾ ഇറങ്ങിയിരിക്കുന്നു, കമാൻഡോകൾ ഇറങ്ങിയിരിക്കുന്നു. ഇവന്മാരെ ഓരോന്നിനെയും തിരഞ്ഞു പിടിച്ച് അടിച്ച് നട്ടല്ലൊടിച്ച് ഇവർ വണ്ടിയിൽ എടുത്തിട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരുപക്ഷെ TMC ഗുണ്ടകൾക്ക് ഇത് പുതിയ ഒരു അനുഭവമായിരിക്കും. ഈ അനുഭവം ഇനിയും അവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മെയ് 4-ന് ശേഷം ഈ അനുഭവം നിങ്ങൾക്ക് ഒരു ശീലമായി മാറുമെന്നുള്ളതാണ് അമിത്ഷാ കൃത്യമായി അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കേന്ദ്രസേന പ്രതികളെ പ്രദേശത്ത് നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോയി കസ്റ്റഡിയിൽ എടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇവന്മാരുടെ എല്ലാം നട്ടല്ല അടിച്ചൊടിച്ച് തലയിലടക്കം ലാത്തിയിട്ടടിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ സേന ഇവരെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.